എൻ്റെ മുന്നിൽ കാണുന്ന ഈ സ്ഥലത്താണ് അന്ന് ഈ പറഞ്ഞ സുധീഷിൻ്റെ കാല് വെട്ടി അവർ ബൈക്കിൽ കൊണ്ടുവന്ന് ചീത്തയൊക്കെ വിളിച്ചതിന് ശേഷം വലിച്ചെറിഞ്ഞിട്ട് പോയത്. കാഴ്ച ഇന്നവരെ കാണാത്തൊരു കാഴ്ച. മറ്റേ കന്നാലികളൊക്കെ വെട്ടണ നമ്മൾ കണ്ടിട്ടുള്ളൂ, അല്ല ഇത് മനുഷ്യനെ വെട്ടണ കണ്ടിട്ടില്ല. ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ കാല് വെട്ടി പോകണമെന്നേ കണ്ടുള്ളൂ. അവനെ കൊണ്ട് ആശുപത്രി പോണതേ ഞാൻ കണ്ടുള്ളൂ. ആശുപത്രി പോണേ ഞാൻ കണ്ടു. തോന്നെ പോലീസായിരുന്നു. നമസ്കാരം. എൻ്റെ ഈ പിറകിൽ കാണുന്ന വീട് നമ്മുടെ പ്രേക്ഷകരാരും മറന്നു കാണില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം 3 വർഷം മുമ്പ് ഇതേ വീടിൻ്റെ മുന്നിൽ വെച്ച് ഞാൻ ഒരു വാർത്ത ചെയ്തായിരുന്നു. ഇവിടെ ഒട്ടകം രാജേഷ് എന്ന ഗുണ്ടയും കൂടെയുള്ള കുറച്ച് പേരും ചേർന്ന് സുധീഷ് എന്ന പുള്ളിയും അത്യാവശ്യം ക്രിമിനലായിരുന്നു. പുള്ളിയുടെ കാല് വെട്ടി തൂക്കി ഈ വരുന്ന അടുത്തുള്ളൊരു ജംഗ്ഷനിൽ കൊണ്ടുപോയി എറിഞ്ഞ് അട്ടഹസിച്ച് പോയ ഒരു വീടാണിത്. ഈ വീടിനകത്ത് വെച്ചാണ് ഒട്ടകം രാജേഷും കൂട്ടുകാരും ചേർന്ന് സുധീഷ് എന്ന ആളുടെ കാല് വെട്ടി മുറിച്ചെടുത്തത്. അമ്മ എപ്പോഴാണ് അറിഞ്ഞത്? നമ്മൾ ഉച്ചയ്ക്ക് എന്താണ് സംഭവിച്ചത്? സംഭവിച്ചെന്നിട്ട് അവർക്കെല്ലാം അറിയാം. കൂടാന്ന് കേട്ട് പിന്നെ പുതിയൊരാൾ ഇവിടെ വന്ന് മുഖം ഉണ്ടാകാൻ വന്നിട്ട് ഇല്ലെന്ന് പറഞ്ഞ് അങ്ങ് പോയി. അത് നമുക്കറിയാവൂ. അമ്മ വന്നപ്പോൾ ഇവിടെ പോലീസും ബഹളമൊക്കെ അല്ലേ? പോലീസും ബഹളം കാര്യങ്ങളൊക്കെ അല്ലേ? അമ്മകളുണ്ടായിരുന്നോ? പിന്നെ വരുന്നു. ആണോ? ഉച്ചയ്ക്ക് വന്നപ്പോൾ അറിയുന്നല്ലേ? നിങ്ങൾ വന്നപ്പോൾ കണ്ട കാഴ്ച എന്താണ്? നിറച്ച് പോലീസാ? നിറച്ചും പോലീസും കുറെ ആളുകളൊക്കെ കൂടി കിടക്കുന്നു. ബോഡിയെല്ലാം കൊണ്ടുപോയി ആ സമയത്ത്? ഇല്ല. അപ്പോഴും ബോഡി ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ഒട്ടകം രാജേഷിന്റെ കൂട്ടുകാരനോട് ഈ സുധീഷ് ചെയ്ത എന്തോ ആക്രമണത്തിന്റെ പേരിൽ ഈ കൂട്ടുകാരൻ്റെ ആ ഒരു ശവകുടീരത്തിന് അടുത്ത് വെച്ച് ഇവരെല്ലാം കൂടി ചേർന്ന് പ്രതിജ്ഞ ചെയ്തതിനു ശേഷം ഒട്ടകം രാജേഷും കൂട്ടരും ഈ സുധീഷിനെ കൊല്ലും എന്ന് പ്രതിജ്ഞ എടുത്തതിന് ശേഷം അവർ നേരെ ഇങ്ങോട്ട് വരികയായിരുന്നു. ഈ താഴെ ഭാഗത്തു നിന്നാണ് ആക്രമി സംഘം അകത്തേക്ക് കയറിയത്. കണ്ണിൽ കണ്ടവരെയൊക്കെ വാളുകൊണ്ട് വെട്ടിവീശി ഓട്ടിക്കുകയും പടക്കറിഞ്ഞ് ഓട്ടിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഇവരെ പേടിച്ച് ഈ കാണുന്ന വീട്ടിനകത്താണ് സുധീഷ് ഓടിക്കയറിയത്. ഇവിടെ അന്ന് പിറ്റേ ദിവസം ഗൾഫിലേക്ക് പോകാനിരുന്ന ആ ഒരു ഗൃഹനാഥനും കുട്ടികളും എല്ലാം ചേർന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് സുധീഷ് ഓടി വന്ന് ഇവിടെ കയറി ഒളിച്ചത്. പക്ഷേ തൊട്ടു പിറകിലെത്തിയ അക്രമികൾ സുധീഷിനെ കണ്ടുപിടിച്ചു. ഈ കുട്ടികളുടെയും ഗൃഹനാഥൻ്റെയും മുന്നിൽ വെച്ച് കാല് വെട്ടിമുറിച്ച് എടുത്തുകൊണ്ട് പോവുകയായിരുന്നു. ഇല്ല, ഞാൻ ജോലിക്ക് പോയിരുന്നു. ഞാൻ ജോലിക്ക് പോയിട്ട് വന്നപ്പോഴാണ് ഇപ്പം സംഭവം അറിയുന്നത്. ഞാനൊരു 2-2:30 3 മണിയായി. അപ്പോഴൊന്നും അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ 4-4:30 5 മണിയായി. ഞാൻ ഒന്നും കണ്ടൊന്നുമില്ല. ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ കാല് വെട്ടി പോകണമെന്നേ കണ്ടുള്ളൂ. അവനെ കൊണ്ട് ആശുപത്രി പോണതേ ഞാൻ കണ്ടുള്ളൂ. ആശുപത്രി പോണേ ഞാൻ കണ്ടു. തോന്നെ പോലീസായിരുന്നു. എന്തോ അത് ഞാൻ കണ്ടില്ല. തുടർന്ന് ഒടുവിൽ പോയ ഒട്ടകം രാജേഷിന് വേണ്ടി ഈ പറയുന്ന വൈക്കം ഭാഗത്തെ കായലിലൊക്കെ ഭയങ്കര പരിശോധനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവിടെ വെച്ച് വള്ളം മറിഞ്ഞ് ഒരു പോലീസുകാരൻ മരിക്കുന്ന ഒരു ദാരുണ സംഭവം കൂടി ഈ കേസിനോടനുബന്ധിച്ചുണ്ടായി. എൻ്റെ പിറകിൽ കാണുന്ന ഈ വീടുകളിലെ ആൾക്കാരൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അന്നൊരു ഭീകര അന്തരീക്ഷമായിരുന്നു. വാളും വെട്ടും മറ്റേ ആയുധങ്ങളും ബോംബൊക്കെ ആയിട്ടാണ് ആ സംഘം ഇങ്ങോട്ട് കയറി ഈ കോളനിക്കകത്തേക്ക് കയറി വന്നത്. കണ്ടവരെയൊക്കെ വാൾ വീശി ഓട്ടിക്കുകയും പടക്കെറിഞ്ഞ് ഓടിക്കുകയും ചെയ്ത് അങ്ങനെ പരിഭ്രാന്തരായി 4 ചുറ്റും ജനങ്ങൾ ചിതറി ഓടുന്നൊരു കാഴ്ചയ്ക്ക് കൂടി ഈ സ്ഥലത്തെ നാട്ടുകാരൊക്കെ സാക്ഷിയാണ്. മൂന്ന് വർഷമായില്ല? 3-4 അറിഞ്ഞൂടാ. ഇതാണ് വഴി. വീടല്ലേ? വന്നിട്ടുണ്ട്, വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ട്. അപ്പൊ ഈ വീട്ടുകാരൊക്കെ ഇവിടെ പേടിച്ച് പോയാമോ? അവര് കർണംകുളം അവിടെ പോയല്ലേ? ഭർത്താവിന്റെ വീട്ടിലാണ്. താമസിച്ചിട്ടുണ്ടോ? അവർ വന്നില്ല. വന്നില്ല. ഇങ്ങോട്ട് വന്നേ ഇല്ല. അന്ന് ഈ കൊലപാതകം നടന്ന ദിവസം പുള്ളി ഈ ഹൗസിന്റെ ഓണർ പിന്നെ എന്താ ഗൾഫിലെങ്ങാണ്ട പോയിരിക്കലായിരുന്നോ? ഗൾഫിൽ പോയാ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഈ കൊലപാതകം നടന്നതിന്റെ പിറ്റേ ദിവസം ഞാനന്ന് വന്നായിരുന്നു. എന്നോട് പറഞ്ഞത് പിറ്റേ ദിവസം എന്താ ഗൾഫിൽ പോകേണ്ടിരുന്നു. അങ്ങനെ SP യോടൊക്കെ ചോദിച്ചപ്പോൾ പോകാൻ പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, പോകാൻ പറഞ്ഞു. പോയിട്ട് ഇപ്പൊ ഇവിടെ ഉണ്ട്, നാട്ടിൽ ഉണ്ട്.
ഇപ്പോൾ താമസിക്കുന്നതിന് ആരും ഇല്ലല്ല, ഇവിടെ ആരും താമസമില്ല. ഇപ്പം ഈ 2-3 പട്ടികൾ തന്നെ ഇവിടെ ഉള്ളത്. പട്ടികൾ മാത്രമേ ഉള്ളൂ. മാത്രമല്ല ഈ വാതിലൊക്കെ ചവിട്ടി ഈ വാതിൽ ചവിട്ടി പൊളിച്ചായിരുന്നു. അവിടെ ജനലുണ്ട്. ഓ ഞാൻ വന്ന കണ്ട കാഴ്ച ഈ വാതിൽ ചവിട്ടി പൊളിച്ചായിരുന്നു. പിന്നെ ആ ജനലിൽ രണ്ടാമത് പഴയ പുതിയ SP ആരെ വന്നപ്പോഴത്തേക്ക് ഈ വാതിൽ അവർ അഹം കാണുന്നു. അപ്പം അന്ന് ഇവിടെ പൂട്ടായിട്ട് കാണാക്കില്ല. അങ്ങനെ ഇവിടെ കയറി വന്ന ഒരു ശാലം പൊളിച്ചിട്ട് ഇവിടെ നോക്കിയിട്ട് അവർ പോവുകയും ചെയ്തു. എന്നുള്ള നടന്ന ഭയങ്കര ഞെട്ടെന്ന് വെച്ചാൽ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരും പോലീസിൻ്റെ അയ്യേരളി തന്നെയായിരുന്നു. ആ റോട്ടിൽ നമ്മൾ ആ മുക്കിലല്ലേ ഇട്ടത്, കാണിക്കപ്പെട്ടിരിക്കുന്നില്ല. നമ്മളെ കോവില കാണിക്കപ്പെട്ടി അവിടെ ഇരിപ്പുണ്ട്. ആ മുക്കിലിട്ടുണ്ട്. അവിടെയാണ് കാലുണ്ടിട്ടത്. കിട്ടിയത് അത് നമ്മളെ കോവിൽ 40 വിളക്കുമായിരുന്നു. പഴയ കോവിലിൻ്റെ ഇടയിൽ കൂടെ കൊണ്ടുപോയപ്പോൾ അവന്മാരെ വെറുതെ വിടുമോ ദേവി? ഭഗവാനും ഭഗവതിയും വെറുതെ വിടുമോ? ആ സെക്കൻഡ് തന്നെ അവരെ തൂക്കിയിട്ട്. അതാണ് ഭഗവാന്റെയും ഭഗവതിയും കളി. അത് ഇത് എവൻ വാങ്ങിച്ചാണ്. ഇത് സർക്കാരിൽ നിന്ന് കിട്ടിയ വസ്തുവാണ്. സർക്കാരിൽ നിന്ന് കിട്ടിയ വസ്തുവിൽ വീട് കിടപ്പാടം ഉണ്ടാക്കിയത്. താമസിച്ചു വന്നിട്ട് ഇങ്ങനെ ഈ കൊലപാതകത്തിന് ശേഷം അവർ താമസിച്ചിട്ട് അവർക്ക് പേടിയായിട്ട് അവർ താമസിച്ചില്ല. നമ്മളിവിടെ വന്നപ്പോൾ ഇവിടെ പോലീസ് അറിയിക്കണമെന്ന് പറഞ്ഞു. എത്ര മണിക്കാ? 2 മണി. ഉച്ചയ്ക്ക് 2 മണിക്കല്ലേ? 2 മണിയാവും. ബോഡി ഇവിടെ കിടക്കുകയല്ലേ? ബോഡി കാലിവിടെ കിടക്കണം, പക്ഷെ ബോഡി ഉണ്ടോന്നുള്ളൊരു അറിയില്ല. ഇവിടെ ഈ ഭാഗത്തായിട്ടാണ് ഉണ്ട്. ഞങ്ങൾ എല്ലാ കടയിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ ബോർഡ് എടുത്ത് ഇങ്ങനെ ഇവിടെ വെച്ചാണ്. അപ്പോൾ എന്താണ് സംഭവം? അപ്പോൾ അവിടെ കടക്കാരൻ്റെ ഇവിടെ എന്തൊരു സംഭവം അത് മറ്റേ എന്തൊരു അല്ലല്ല ഐസ്ക്രീമിൻ്റെ ബോർഡാണ് വെച്ചേക്കണെന്നുള്ളത്. അപ്പോൾ അപ്പോഴത്തെ ഒരു നമ്പർ ഉണ്ടായിരുന്നു. നമ്പർ വന്നപ്പോൾ പറയണം ഇങ്ങനെ കാല് വെട്ടി ഇവിടെ വന്നു. അയ്യോ കാല് കിടക്കുന്നത്. അപ്പോൾ പോലീസ് 4 സ്ഥലത്തും പോലീസുണ്ട്. എനിക്ക് പേടിയൊന്നും ഞാൻ പോയി. അയ്യോ കാഴ്ച ഇന്നവരെ കാണാത്തൊരു കാഴ്ച. മറ്റേ കന്നാലികളൊക്കെ വെട്ടണ നമ്മൾ കണ്ടിട്ടുള്ളൂ. അല്ല ഇത് മനുഷ്യനെ വെട്ടണ കണ്ടിട്ടില്ല. എൻ്റെ മുന്നിൽ കാണുന്ന ഈ സ്ഥലത്താണ് അന്ന് ഈ പറഞ്ഞ സുധീഷിൻ്റെ കാല് വെട്ടി അവർ ബൈക്കിൽ കൊണ്ടുവന്ന് ചീത്തയൊക്കെ വിളിച്ചതിന് ശേഷം വലിച്ചെറിഞ്ഞിട്ട് പോയത്. എൻ്റെ പിറകിൽ കാണുന്ന ആ ഒരു CCTVയിലെ ദൃശ്യങ്ങളാണ് പ്രതികളെ കൊടുക്കാൻ സഹായിച്ചത്. ഏതായാലും മിക്ക പ്രതികളെയും ഉടനെ തന്നെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞു. അത് കേരള പോലീസിൻ്റെ തന്നെ ഒരു അഭിമാനമുള്ള കാര്യമാണ്. ഇപ്പോൾ പ്രതികളെല്ലാം ജയിൽ ശിക്ഷ അനുഭവിച്ചു വരുന്നു എന്നാണ് അറിഞ്ഞ വിവരം. ബിസിനസ്സിനുവേണ്ടി ക്യാമറമാൻ അരുൺ സാറിനൊപ്പം ശ്രീത്ത് മാരാർ സൈനിങ് ഓഫ്.